ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആരായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒളിച്ചുകളി നടക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആന്റണി ഇനി മത്സരിക്കേണ്ടതില്ല, 3 തവണ മത്സരിച്ചതല്ലേ എന്നുള്ള ഒരു പ്രത്യേക നിബന്ധനയോടുകൂടി പാർട്ടി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പയറ്റാൻ, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നതായി വ്യക്തമാകുന്നത്. നവകേരള യാത്രയോടനുബന്ധിച്ച് നിരവധി സ്ഥലങ്ങളിൽ സംഘർഷം നടന്നപ്പോൾ ഒരു ഗുണ്ടയെപ്പോലെ നിന്ന് പെരുമാറിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തനി ഗുണ്ടായുസം കാണിച്ച് പോലീസുകാരോട് പേര് വിളിച്ച് അതിക്രമിച്ച് കയറി അവരോട് തട്ടിക്കയറുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ്സുകാർ ചിലപ്പോൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുമായിരിക്കും. പക്ഷേ സാധാരണക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. പത്തനംതിട്ടയിൽ കോൺഗ്രസ് എന്തുകൊണ്ടും ഈ വ്യക്തിയെ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ആരായിരിക്കും CPM സ്ഥാനാർത്ഥി എന്നുള്ളത് വലിയ രീതിയിൽ ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ്. രാജു എബ്രഹാം എന്ന നിരവധി തവണ റാന്നി മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച വ്യക്തി തന്നെ ആയിരിക്കുമോ പത്തനംതിട്ടയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. രാജു എബ്രഹാമാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായും പത്തനംതിട്ടക്കാർക്ക് അതൊരു വലിയ രീതിയിലുള്ള സന്തോഷം തന്നെയായിരിക്കും. കാരണം വളരെ ജനകീയനായ ഒരു വ്യക്തി തന്നെയാണ്. 1996 മുതൽ നിരവധി തവണയായി മത്സരങ്ങളിൽ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകിയപ്പോഴാണ് രാജു എബ്രഹാമിന് സീറ്റ് നഷ്ടമായത്, അല്ലെങ്കിൽ CPIM സീറ്റ് കൊടുക്കേണ്ടി വന്നത്. പക്ഷേ എന്നാൽ പോലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നന്നായി തന്നെ പ്രവർത്തിച്ചു. ഇടതുപക്ഷത്തിന് തന്നെയാണ് സീറ്റ് കിട്ടിയത്. വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു നടന്നിരുന്നത്. എന്നിട്ട് പോലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി മാറിയതും, അല്ലെങ്കിൽ മണ്ഡലത്തിൽ പാർട്ടി അടയാളത്തിൽ വോട്ട് കുത്തിയിരുന്ന സ്ഥിരം ഇടതുപക്ഷക്കാർ അവർക്ക് 2 ചിഹ്നത്തിൽ കുത്തേണ്ടി വന്നിട്ട് പോലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രമോദ് രാമൻ വിജയിച്ച് കയറി എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയ രീതിയിലുള്ള തിരിച്ചടി കോൺഗ്രസ്സിന് ലഭിച്ചു. മാത്രമല്ല പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ഏറെ നാളായി നമുക്ക് നോക്കിയാൽ അറിയാം കോൺഗ്രസിൻ്റെ വോട്ടുകൾ കുത്തനെ കുറഞ്ഞു വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പത്തനംതിട്ടയിലെ ഏറ്റവും ശക്തമായ കോൺഗ്രസ് മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ കോന്നിയായിരുന്നു. അടൂർ പ്രകാശ് നിരവധി തവണ ജയിച്ചു കയറിയ മണ്ഡലം. 2016 പോലും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 20,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലത്തിൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം മാറി നിന്നപ്പോൾ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങലിലേക്ക് ചേക്കേറിയപ്പോൾ ജനീഷ് കുമാർ എന്ന CPIM സ്ഥാനാർത്ഥിയിലൂടെ പത്തനംതിട്ടയിലെ കോന്നി മണ്ഡലം ഇടതുപക്ഷം LDF പിടിച്ചെടുക്കുകയായിരുന്നു, CPIM പിടിച്ചെടുക്കുകയായിരുന്നു. ആദ്യം ജയിച്ചത് 9,500 ആണെങ്കിൽ പിന്നീട് ഭൂരിപക്ഷം ക്രമാതീതമായി ജനീഷ് കുമാർ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. തീർച്ചയായും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്നതാണ് പൂഞ്ഞാർ. PC ജോർജ് ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണ ആ സീറ്റും ഇടതുപക്ഷത്തിന് തന്നെ ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. PC ജോർജ് ആയിരിക്കുമോ ഇടതുപക്ഷത്തിനെ എതിർക്കുന്ന NDA സ്ഥാനാർത്ഥി? ഒരുപക്ഷെ അദ്ദേഹം BJPയിലേക്ക് പോകുമെന്നൊക്കെ അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷേ ജനപക്ഷം സെക്യുലറിൽ നിന്നുകൊണ്ട് NDAയിലേക്ക് ചേക്കേറി അദ്ദേഹം NDA സ്ഥാനാർത്ഥിയായി അവതരിക്കുമോ എന്നുള്ളതാണ് ഇനി എല്ലാവരും കാണുന്ന കാഴ്ച. ഏതായാലും പത്തനംതിട്ട ലോക്സഭയിൽ വമ്പൻ ട്വിസ്റ്റാണ്.